ഹലോ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമ്മുടെ മാത്സ് ക്ലാസ്സിലോട്ട് സ്വാഗതം. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ OR സെഷനിലെ LPP സൊല്യൂഷൻ എങ്ങനെ ഫൈൻഡ് ചെയ്യാം ബൈ ഗ്രാഫിക്കൽ മെത്തേഡ്, ആ കോൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യുന്നത്. ഒരെണ്ണം അൺബൗണ്ടഡ്നെസ് ഫീസിബിൾ റീജിയൻ്റെ കേസും ഒരെണ്ണം വരുന്നത് നോ ഫീസിബിൾ സൊല്യൂഷൻ, നമുക്ക് സൊല്യൂഷൻ ഇല്ലാത്തൊരു കേസുമാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ അപ്പോൾ ഈ ടോപ്പിക്ക്, ഈ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഡിഗ്രി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അൺബൗണ്ടഡ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ തൊട്ട് മുന്നത്തെ ഒരു ക്ലാസ്സിൽ, പ്രീവിയസ് ക്ലാസ്സിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. ആ വീഡിയോ ഒന്ന് കാണുന്നത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. സോ അപ്പോൾ നേരെ ക്ലാസ്സിലോട്ട് പോവാം. ഇനി നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മാക്സിമൈസ് ഇസഡ് ഈക്വൽ ടു x1 മൈനസ് x2 സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ് x1 മൈനസ് 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, 2x1 മൈനസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2, x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്ത് നോക്കാം. ഫോർ ദിസ് ഫസ്റ്റ് വി വോണ്ട് ടു convert this inequalities to equalities. So this becomes x1 minus 2x2 equal to 4 and 2x1 minus x2 equal to -2. Okay, ഇതിൻ്റെ ടേബിൾ വാല്യൂസ് നമുക്ക് ഡ്രോൺ ചെയ്യാം. ടേബിൾ വാല്യൂസ് നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഫോർ ദ ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ x1 minus 2x2 equal to 4, the table values are when x1 equal to 0, what is the value of x2? x1 0 ആകുമ്പോൾ ഇതെങ്ങനെ വന്നു? -2x2 ഈക്വൽ ടു 4 എന്ന് വരും. അതായത് x2 ഈക്വൽ ടു 4 -2 ഓർ -2. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് when x1 ഈക്വൽ ടു 0 the value of x2 is -2 കിട്ടുന്നത് കേട്ടോ. ഇനി അടുത്തത് x2 0 കൊടുക്കുക. x2 0 കൊടുക്കുമ്പോൾ ഈ ഒരു ടൈം കംപ്ലീറ്റ് 0 ആയിപ്പോയി. ബാക്കി വരുന്നത് x1 ഈക്വൽ ടു 4 എന്നാണ്. സോ അപ്പോൾ ഇവിടെ കിട്ടുന്ന പോയിൻ്റ് 0 -2 ആൻഡ് 4 0. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് ലീനിയർ ഇക്വേഷൻ എടുക്കുകയാണ്. 2x1 മൈനസ് x2 ഈക്വൽ ടു -2. ഇതിൻ്റെ ടേബിൾ വാല്യൂ നോക്കാം. ദാറ്റ് ഈസ് x1 x2 when x1 ഈക്വൽ ടു 0, വാട്ട്സ് ദ വാല്യൂ ഓഫ് x2? -x2 ഈക്വൽ ടു -2. ദാറ്റ് ഈസ് x2 ഈക്വൽ ടു what? 2. ഓൾസോ when x2 ഈക്വൽ ടു 0, 2x1 equal to -2. 2x1 equal to -2, that is x1 equal to -2/2 or -1. Okay, so the points are 0, 2 and -1, 0. ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന പോയിൻറ്റ്സ്. ഇത് നമുക്ക് ഗ്രാഫിലോട്ട് പ്ലോട്ട് ചെയ്യാം കേട്ടോ. പോയിൻറ്റ്സ് നോക്കാം കേട്ടോ. പോയിൻറ്റ്സ് എങ്ങനെ വന്നിരിക്കുന്നത്? ആദ്യത്തെ പോയിൻ്റാണ് 0 -2. ഫോർ ദ ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ ദ പോയിൻറ്റ്സ് ആർ 0 -2 ആൻഡ് 4 0. 0 -2 എന്ന് പറയുന്നത് ഈസ് എ പോയിൻ്റ് ഓൺ ദ നെഗറ്റീവ് y ആക്സിസ്. നെഗറ്റീവ് y ആക്സിസിൽ വരുന്നൊരു പോയിൻ്റാണ് 0 -2. ഇതാണ്. ഓക്കെ, ഇനി 4 0 എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോയിൻ്റ് ഓൺ ദ പോസിറ്റീവ് x ആക്സിസ്. സോ അപ്പോൾ ഈ ഒരു പോയിൻ്റാണ്. ഇനി ഈ രണ്ട് പോയിൻറ്റ്സ് നമുക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ corresponding to the linear equation x1 minus 2x2 equal to 4. x1 minus 2x2 equal to 4. Okay. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ റീജിയൻ നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഫോർ ദിസ് we take its corresponding inequality or the constraint. കൺസ്ട്രെയിൻറ്റ് എങ്ങനെയാണ് വരുന്നത്? x1 മൈനസ്, എൻ്റെ കൺസ്ട്രെയിൻറ്റ് വരുന്നത് ഇവിടെ എഴുതാം, x1 മൈനസ് 2x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നാണ്. സോ അപ്പോൾ ഞാനിവിടെ 0 0 എന്ന് പറയുന്ന പോയിൻ്റ് എടുത്തു. ഇവിടെ നോക്കുവാണെങ്കിൽ ക്ലിയർ ആണല്ലോ. ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മുടെ XY പ്ലെയിനെ രണ്ട് ഹാഫ് പ്ലെയിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏത് സൈഡിലോട്ടാണ് ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് ഫൈൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 0 0 എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഈ ലൈനിൻ്റെ മുകളിൽ കിടക്കുന്ന ഒരു പോയിൻ്റാണ്. അതെടുത്ത് ഞാനിതിന് അപ്ലൈ ചെയ്യുകയാണ്. സോ ദിസ് ബിക്കം 0 - 2 × 0 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ഓർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഈ ഫാക്ട് ശരിയാണല്ലോ, ട്രൂ ആണല്ലോ. സോ അപ്പോൾ നമുക്ക് പറയാം 0 0 എന്ന് പറയുന്ന പോയിൻ്റ് ലൈ ചെയ്യുന്ന അതേ സൈഡിലോട്ട് തന്നെയായിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ വരുന്നത്. സോ അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ പോകുന്നത് ഈ ലൈനിൻ്റെ മുകളിലോട്ടായിരിക്കും. ഇനി for the second linear equation the points are 0 2 and -1 0. 0 2 എന്ന് പറയുന്ന പോയിൻ്റ് ഓൺ y ആക്സിസ്, പോസിറ്റീവ് y ആക്സിസിലൊരു പോയിൻ്റാണ്.
ഇനി -10 എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോയിൻ്റ് ഓൺ നെഗറ്റീവ് എക്സ് ആക്സിസ്. നെഗറ്റീവ് എക്സ് ആക്സിസിലത് ഇതാണ് -10 എന്ന് പറയുന്നത്. ഈ 2 പോയിൻറ്റ്സ് തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ റീജിയൻ നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഇതിൻ്റെ സൊല്യൂഷൻ റീജിയൻ വരുന്നത് എങ്ങനെയൊക്കെയാണ്? അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കറസ്പോണ്ടിങ് കൺസ്ട്രെയിൻ്റ് എടുക്കാം. ഞാനിവിടെ എഴുതാണ് 2x1 - x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2. ഓക്കെ, സോ അപ്പോൾ ഇതുപോലെ തന്നെ 0 0 എന്ന് പറയുന്ന പോയിൻ്റിനെ അപ്ലൈ ചെയ്തു. സോ വി ഗെറ്റ് 2 × 0 ദാറ്റ് is 0 - 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2. അതായത് 0 -2 വലുതാണോ? ആണല്ലോ. 0 -2 വലുതല്ലേ? സോ അപ്പോൾ ഇത് ട്രൂ ഫാക്റ്റ് ആണല്ലോ. അപ്പോൾ 0 0 എന്ന് പറയുന്ന പോയിൻ്റ് ലൈ ചെയ്യുന്ന അതേ സൈഡിലോട്ട് തന്നെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ വരുന്നത്. അപ്പോൾ ഇതേ താഴേക്കാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്കറിയാം നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. ഇവിടെ കണ്ടോ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻറ്റ് തന്നിട്ടുണ്ട്. സോ അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ മാത്രം നമുക്കിതിൻ്റെ കോമൺ സൊല്യൂഷൻ കാണാം. ഓക്കെ, ഈ ഷെയ്ഡഡ് പോർഷനാണ് ഇതിൻ്റെ കോമൺ റീജിയനായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫീസിബിൾ റീജിയനായിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഫീസിബിൾ റീജിയൻ അൺബൗണ്ടഡ് ആണ് അല്ലേ? ഇതൊരു അൺബൗണ്ടഡ് ഫീസിബിൾ റീജിയനാണ്. ഈ ഒരു അപ്പോൾ ഇവിടെ ഒരു കേസ് വരുന്നത് ഇതൊരു അൺബൗണ്ടഡ് ഫീസിബിൾ റീജിയൻ ആയതുകൊണ്ട് ഇതിന് ഒപ്റ്റിമം വാല്യൂ ഉണ്ടോ ഇല്ലയോ നമുക്ക് ഷുവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് ഫോളോ ചെയ്തിട്ട് പുതിയൊരു കൺസ്ട്രെയിൻറ്റ് ഫോം ചെയ്യും. ആ കൺസ്ട്രെയിൻറ്റ് കുറച്ച് കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ, അല്ലെങ്കിൽ നമ്മളിവിടെ എടുക്കുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഷുവർ ചെയ്യാൻ പറ്റും. എൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. സോ അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക. സോ അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാണ് അൺബൗണ്ടഡ് ഫീസിബിൾ റീജിയൻ്റെ സൊല്യൂഷൻ സോൾവ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. ഇനി ഞാനതിപ്പോൾ ഇവിടെ പറയാൻ പോവുകയാണ്. സോ അപ്പോൾ ഇതൊരു അൺബൗണ്ടഡ് ഫീസിബിൾ റീജിയൻ ആണല്ലോ. സോ അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ കോർണർ പോയിൻറ്റ്സ് കണ്ടുവയ്ക്കുക. ഇതിൻ്റെ കോർണർ പോയിൻറ്റ്സ് വരുന്നത് ഇതല്ലേ? ഒരു പോയിൻ്റാണ് 0 2, അത് ഞാൻ എ ആയിട്ട് ചൂസ് ചെയ്തു. പിന്നെ വരുന്ന ഒരു പോയിൻ്റാണ് 4 0 അല്ലേ? അത് ഞാൻ ബി ആയിട്ട് ചൂസ് ചെയ്തു. പിന്നെ വരുന്ന കോർണർ പോയിൻ്റാണ് നമ്മുടെ ഒറിജിൻ 0 0, അത് സി ആയിട്ട് ചൂസ് ചെയ്തു കേട്ടോ. അപ്പോൾ ABC എന്ന് പറയുന്ന 3 കോർണർ പോയിൻറ്റ്സ് നമുക്ക് കിട്ടിയത് 3ആണ് നമ്മുടെ കോർണർ പോയിൻറ്റ്സ് ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ ഇവിടുത്തെ ഒബ്ജക്റ്റ് ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ കോർണർ പോയിൻറ്റ്സ് വരുന്നത്. ഇനി നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമുക്കിവിടെ സെക്കൻഡ് കോളത്തിൽ എഴുതണം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വന്നിരിക്കുന്നത് Z = x1 - x2 എന്നാണ് അല്ലേ? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വന്നിരിക്കുന്നത് Z = x1 - x2 എന്നാണ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതി ഇനി കിട്ടിയിരിക്കുന്ന ഓരോ കോർണർ പോയിൻറ്റ്സും കൊണ്ടുപോയി നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൽ നിന്നും മാക്സിമം വാല്യൂ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, സോ അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Z = at 0 2 0 - 2 that is -2, and at 0 0 0 - 0 0, at 4 0 4 - 0 4. ഇവിടെ നിന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഇവിടുത്തെ മാക്സിമം വാല്യൂ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഈസ് ദ മാക്സിമം വാല്യൂ ഈസ് 4 at the point 4 0. ഇനി ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ 4 എന്ന് പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ കൺസ്ട്രെയിൻറ്റ് ഫോം ചെയ്യുകയാണ്. ആ കൺസ്ട്രെയിൻറ്റ് ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇത് മാക്സിമം ആണല്ലോ. അപ്പോൾ Z ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന ഒരു കൺസ്ട്രെയിൻറ്റ് എടുക്കുക. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാക്സിമം ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന വാല്യൂ ആണേ. ഓക്കെ, Z ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന കൺസ്ട്രെയിൻറ്റ് ഫോം ചെയ്യുക. സോ അപ്പോൾ നമ്മുടെ Z എന്ന് പറയുന്നത് ഇതാണ് x1 - x2, ദാറ്റ് ഈസ് x1 - x2 ഗ്രേറ്റർ ദാൻ 4 മാക്സിമം വാല്യൂ. ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ ടേബിൾ വാല്യൂ ഒക്കെ കണ്ടിട്ട് ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ നമുക്കിവിടെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യണം. സോ അപ്പോൾ അതിൻ്റെ ടേബിൾ വാല്യൂ ഞാൻ കാണാൻ പോവുകയാണ്. ദാറ്റ് ഈസ് x1 x2. x1 = 0 വരുമ്പോഴേക്കും ദ വാല്യൂ ഓഫ് x2 ടേബിൾ വാല്യൂ കാണുന്നതിന് മുമ്പ് ആദ്യം ഇതിനെ ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുക. x1 - x2 = 4. ഇനി ടേബിൾ വാല്യൂ കൊടുക്കുക. വെൻ x1 = 0, x2 = what? -x2 = 4 or x2 = -4. അതുപോലെ വെൻ x2 = 0 വരുമ്പോൾ x1 എന്ത് വന്നു? x1 = 4. അപ്പോൾ ഇവിടുത്തെ പോയിൻറ്റ്സ് വന്നിരിക്കുന്നത് 0 - 4ഉം 4 0യും ആണ് വന്നിരിക്കുന്നത്. 0 - 4ഉം 4 0യും. അപ്പോൾ -4 എന്ന് പറയുമ്പോൾ ഇവിടെ വന്നു 0 - 4 ഈസ് എ പോയിൻ്റ് ഓൺ y ആക്സിസ്.
ഓക്കെ, ഇത് വൈ ആക്സിസിൽ വരുന്ന ഒരു പോയിൻ്റാണ് 0 - 4. അതുപോലെ 4 0 എന്ന് പറയുന്നത് പോയിൻ്റ് ഓൺ എക്സ് ആക്സിസ്, അത് ഓൾറെഡി നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി തന്നിരിക്കുന്ന 2 പോയിൻറ്റ്സും കൂടി ജോയിൻ ചെയ്യാം. ഓക്കെ, ഈ തന്നിരിക്കുന്ന 2 പോയിൻറ്റ്സും കൂടി നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്കിവിടെ തന്നിരിക്കുന്ന അതിൻ്റെ കൺസ്ട്രെയിൻറ്റ് ഏതാണ്? x1 - x2 > 4. ഇവിടെ ഇത് വരച്ചപ്പോഴും അതെ, നമ്മുടെ ഈ സ്ട്രെയിറ്റ് ലൈൻ നമ്മുടെ പ്ലെയിനിനെ 2 ഹാഫ് പ്ലെയിനായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇനി ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം. നമുക്ക് സൊല്യൂഷൻ റീജിയൻ എങ്ങടേക്കായിരിക്കും വരുന്നതെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 0 0 തന്നെ ഇട്ട് കൊടുക്കുകയാണേ. ദറ്റ് ഈസ് 0 0 അപ്ലൈ ചെയ്തു. സോ അപ്പോൾ ഇത് നമുക്ക് വരുന്ന 0 - 0 > 4 ആണോ? അതായത് 0 > 4 ആണോ? അല്ലല്ലോ. അപ്പോൾ 0 എന്ന് പറയുന്ന പോയിൻ്റ് ലൈ ചെയ്യുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടായിരിക്കും നമ്മുടെ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ പുതിയ കൺസ്ട്രെയിനിൻ്റെ സൊല്യൂഷൻ വരുന്നത്. അതായത് ഇത് താഴേക്കായിരിക്കും സൊല്യൂഷൻ വരുന്നുണ്ടോ. ഇനി ഇവിടെ പറയുന്നത് let capital M be the maximum value of z at the corner point if the open half plane determined by the function z greater than m has no point common with the feasible region, then the maximum value of z is capital M. Otherwise the maximum value of z is not m. ഇവിടെ പറയുന്നത് നിങ്ങളിവിടെ ചൂസ് ചെയ്ത ഈ 4 എന്ന് പറയുന്നത് ഇവിടുത്തെ മാക്സിമം വാല്യൂ ആകണമെങ്കിൽ നമ്മളിപ്പോൾ പുതിയൊരു കൺസ്ട്രെയിൻറ്റ് ഫോം ചെയ്തല്ലോ, z > m എന്ന് പറയുന്നത്. ആ കൺസ്ട്രെയിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഹാഫ് പ്ലെയിൻ എടുക്കാം. ആ ഹാഫ് പ്ലെയിനും നമ്മുടെ ഫീസിബിൾ റീജിയനും തമ്മിൽ കോമൺ ആയിട്ട് പോയിൻറ്റ്സ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന വാല്യൂ അവിടുത്തെ മാക്സിമം ആണെന്ന് പറയാം. ഇപ്പോൾ കോമൺ പോയിൻറ്റ്സ് എങ്ങാനും ഉണ്ടെങ്കിൽ, അതായത് നമ്മളിവിടെ വരച്ചിരിക്കുന്ന ഈ കൺസ്ട്രെയിനിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാഫ് പ്ലെയിൻ നമ്മുടെ ഫീസിബിൾ റീജിയനും തമ്മിൽ കോമൺ ആയിട്ട് സൊല്യൂഷൻ എങ്ങാനും വരുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ചൂസ് ചെയ്ത ഈ മാക്സിമം വാല്യൂ നമുക്ക് റിജക്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? അതായത് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുവെച്ച ഫീസിബിൾ റീജിയൻ, ഇതാണ് നമ്മുടെ അൺബൗണ്ടഡ് ഫീസിബിൾ റീജിയൻ. ആ അപ്പോൾ അൺബൗണ്ടഡ് ഫീസിബിൾ റീജിയനും നമ്മുടെ z > m എന്ന് പറയുന്ന കൺസ്ട്രെയിനിൻ്റെ ഹാഫ് പ്ലെയിനും കോമൺ ആയിട്ട് എന്തെങ്കിലും പോയിൻറ്റ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം നോക്കാം. കോമൺ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മാക്സിമം വാല്യൂവിനെ റിജക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ കോമൺ ആയിട്ട് പോയിൻറ്റ്സ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് നമ്മുടെ ഈ മാക്സിമം വാല്യൂ അക്സെപ്റ്റ് ചെയ്യാം. സോ അപ്പോൾ അതാണ് നോക്കുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇതിൻ്റെ സൊല്യൂഷൻ വരുന്നത് താഴേക്കാണ്. അത് നമ്മുടെ ഫീസിബിൾ റീജിയൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത് അല്ലേ. ഫീസിബിൾ റീജിയൻ്റെ ഉള്ളിൽ വരുന്ന കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് നമ്മുടെ ഹാഫ് പ്ലെയിനിലെ സൊല്യൂഷൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ കോമൺ പോയിൻറ്റ്സ് ഉണ്ട് നമ്മുടെ നമുക്ക് ഇവിടെ നിന്ന് പറയാം. ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന z = 4 എന്ന് പറയുന്നത് ഇവിടുത്തെ മാക്സിമം വാല്യൂ അല്ല. ദറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് z ഈസ് നോട്ട് 4 ഇവിടുത്തെ മാക്സിമം വാല്യൂ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പറയാം ഈ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് മാക്സിമം വാല്യൂ ഇല്ല. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? The next question is maximize z = 3a + 4b subject to the constraints a - b less than or equal to -1, -a + b less than or equal to 0, ab greater than or equal to 0. So for solving this LPP by graphical method, first we want to convert this inequalities to equations. That is, the equations are a - b less than or equal to 1 മാറിയത് equal to -1 എന്നായി. And the second inequality changes to -a + b equal to 0. Okay, ഇനി നമുക്കിതിൻ്റെ ടേബിൾ വാല്യൂസ് ഫൈൻഡ് ചെയ്യാം. ഫോർ ദ ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ a - b equal to -1, the table values are, here the decision variables are a and b. Decision variables are a and b. When a equal to 0, we have -b equal to -1 or b equal to 1. Also when b equal to 0, a equal to -1. So the points are 0, 1 and -1, 0. Similarly, for the second linear equation -a + b equal to 0, from
here we have minus a equal to what? Minus b. Transpose b to the right side, so this becomes minus b. അപ്പോൾ ഓക്കെ, ബീനെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ട്രാൻസ്പോസ് ചെയ്തപ്പോൾ അത് മൈനസ് ബി ആയി. രണ്ട് സൈഡിലും നെഗറ്റീവ് ഉണ്ടല്ലോ, അതങ്ങ് ക്യാൻസൽ ചെയ്യുമ്പോൾ വി ഗെറ്റ് എ ഈക്വൽ ടു ബി. എയും ബിയും ഇവിടെ സെയിം ആണ്. എയും ബിയും സെയിം ആണെന്നാണ്. ദിസ് ഈസ് ആൻ ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിങ് ത്രൂ ദ ഒറിജിൻ. ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. അതായത് എ ഇവിടെ 0 ആണെങ്കിൽ ബിയും 0 ആയിരിക്കും. എ 1 ആണെങ്കിൽ ബിയും 1 ആയിരിക്കും. എ -1 ആണെങ്കിൽ ബി -1. എ 2 ആണെങ്കിൽ ബിയും 2. ഇങ്ങനെ പോകും വാല്യൂസ്. പോയിൻറ്റ്സ് ഇങ്ങനെ വരുന്നത്, സിമിലർ പോയിൻറ്റ്സ് ആയിരിക്കും വരുന്നത്. 0 0 1 1 -1 -1 എക്സെട്ര. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യുകയാണ്. പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ്റെ പോയിൻറ്റ്സ് വരുന്നത് 0 1. ഇത് പോയിൻ്റ് വൈ ആക്സിസിലെ പോയിൻ്റാണ്. അടുത്ത് -1 0 നെഗറ്റീവ് എക്സ് ആക്സിസിലെ പോയിൻ്റാണ്. ഈ രണ്ട് പോയിൻറ്റ്സും കൂടി നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഓക്കെ, ഇനി ഇതിൻ്റെ ഫീസിബിൾ റീജിയൻ നമുക്ക് കാണണം. ഇത് a - b ഈക്വൽ ടു -1 എന്ന് പറയുന്ന ലീനിയർ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇതിൻ്റെ സൊല്യൂഷൻ റീജിയൻ എങ്ങനെയൊക്കെയാണ് വരുന്നത്? a - b അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കൺസ്ട്രെയിൻറ്റ് a - b ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 എന്നായിരുന്നു. സോ അപ്പോൾ ഞാനൊരു 0 0 എന്ന് പറയുന്ന പോയിന്റ് അപ്ലൈ ചെയ്യുകയാണ് ഇവിടെ. ദാറ്റ് ഈസ് 0 - 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ഓർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ആണോ? 0 -1 ചെറുതാണോ? അല്ലല്ലോ, തെറ്റല്ലേ ഇത്. സോ അപ്പോൾ ഈ റീജിയൻ 0 0ൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടായിരിക്കും പോകുന്നത്. അതായത് ഇതിൻ്റെ ഈ ലൈനിൻ്റെ മുകളിലോട്ടായിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ വരുന്നത്. ഇനി അടുത്ത പോയിന്റ് ഞാൻ പറഞ്ഞു സ്ട്രെയിറ്റ് ലൈൻ പാസിങ് ത്രൂ ദ ഒറിജിനിൽ കൂടിയാണ്. അടുത്ത ലീനിയർ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് സ്ട്രെയിറ്റ് ലൈൻ പാസിങ് ത്രൂ ദ ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് a ഈക്വൽ ടു ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. a ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കേട്ടോ. ഇതിൻ്റെ ഫീസിബിൾ റീജിയൻ നമുക്ക് കാണണം അല്ലേ? ഇതിൻ്റെ സൊല്യൂഷൻ റീജിയൻ നമുക്ക് കാണാം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കൺസ്ട്രെയിൻറ്റ് എന്തായിരുന്നു? -a + b ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നായിരുന്നു. ഞാനപ്പോൾ ഇതിന് താഴെ 0 0 കൊടുത്തിട്ട് കാര്യമില്ല, 0 0 കൂടി പാസ് ചെയ്യുകയാണ് ഈ പോയിന്റ്. അപ്പോൾ അതിന് താഴെ വരുന്ന ഏതെങ്കിലും പോയിന്റ് എടുക്കാം. അപ്പോൾ ഇതിൽ ഈ ഒരു ലൈനിൽ ലൈ ചെയ്യുന്ന പോയിന്റ് 0 0, ഇത് 1 1, ഇത് 2 2. ഓക്കെ, അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. 3 3. ഇപ്പോൾ ഈ ലൈനിൽ ലൈ ചെയ്യുന്ന പോയിൻറ്റ്സ് 0 0 1 1 2 2 3 3 4 4. താഴെയായിട്ടാണെങ്കിൽ -1 -1 -2 -2 -3 -3 അങ്ങനെ പോകുന്നു. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്യുന്ന പോയിന്റ് ഈ ലൈനിന് താഴെയുള്ള ഒരു പോയിൻ്റാണ് 2 1 എന്ന് പറയുന്നത്. 2 1 3 2 ഇതെല്ലാം ഈ ലൈനിന് താഴെ വരുന്നതാണ്. ഞാനിപ്പോൾ 2 1 എടുത്ത് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. എന്തോന്ന്? a 2ഉം b 1ഉം ആണ്. ദാറ്റ് ഈസ് -2 + 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ? അതായത് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണല്ലോ. -1 0യേക്കാൾ ചെറുതല്ലേ? സോ അപ്പോൾ ഇത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അതായത് ഈ ലൈൻ താഴേക്കായിരിക്കും പോകുന്നത്. അതായത് ഒരു ലൈൻ മുകളിലേട്ടും ഒരു ലൈൻ താഴേക്കുമാണ് മാപ്പ് ചെയ്ത് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് ദിസ് LPP ഹാസ് നോ ഫീസിബിൾ സൊല്യൂഷൻ. ഒരു ലൈൻ്റെ റീജിയൻ പോകുന്നത് മുകളിലോട്ടും ഒരു ലൈൻ്റെ സൊല്യൂഷൻ റീജിയൻ വരുന്നത് താഴേക്കുമാണ്. അതായത് ഈ ഒരു LPP പ്രോബ്ലത്തിന് നമുക്ക് കോമൺ ആയിട്ട് റീജിയൻ ഒന്നും കാണാൻ പറ്റുന്നില്ല. സോ അപ്പോൾ ഇതിന് നോ സൊല്യൂഷൻ, ഫീസിബിൾ റീജിയൻ ഇതിനില്ല. സോ അപ്പോൾ ഇതിന് സൊല്യൂഷൻ ഇല്ല. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? സോ അപ്പോൾ രണ്ട് പ്രോബ്ലംസും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് കൂടുതൽ വീഡിയോസായിട്ട് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം കേട്ടോ. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ താങ്ക്